നമസ്കാരം. നിളയൊരു വിശേഷങ്ങളിലേക്ക് സ്വാഗതം. PM ശ്രീ പദ്ധതിക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് വാങ്ങുന്നതിൽ തെറ്റില്ലെന്നും എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ടകൾ നടപ്പാക്കുന്ന നിബന്ധനകൾക്ക് വഴങ്ങരുതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പട്ടാമ്പി തിരുവേഗപ്പുറയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇക്കാര്യത്തിൽ CPIയെ നാണം കെടുത്തുന്ന നിലപാടാണ് CPM സ്വീകരിച്ചതെന്നും VD സതീശൻ പറഞ്ഞു. നാണക്കേട് സഹിച്ച് മുന്നണിയിൽ തുടരണമോ എന്നത് അവർ തീരുമാനിക്കണമെന്നും തങ്ങൾ ആരെയും ക്ഷണിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. വിശ്വം പറഞ്ഞിരിക്കുന്നത് ശക്തമായി ഇതിനെ എതിർക്കുമെന്നാണ്. ഏത് CPI എന്നാണ് MEO എന്നും ചോദിച്ചത്? ഏത് CPI എന്ന്? സത്യം പറഞ്ഞാൽ ഞങ്ങളവരെ ക്ഷണിക്കണമെന്നില്ല. ഈ നാണക്കേട് സഹിച്ചവിടെ നിൽക്കണം. ഞങ്ങൾ ചോദിക്കുക ഏത് മുസ്ലിം ലീഗ് എന്ന് ഞങ്ങൾ ചോദിക്കും. മുസ്ലിം ലീഗ് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കക്ഷിയാണ്. അല്ല, ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് ഞങ്ങളുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. ഈ CPIക്കാരോട് ഏത് CPI എന്ന് പാർട്ടി സെക്രട്ടറി, ആ CPI സെക്രട്ടറി എന്നിട്ട് നാണ സഹിച്ച് അവിടെ ഇങ്ങനെ നിൽക്കുക. എനിക്കെന്നെ സങ്കടം. ചോദിക്കേണ്ടി വരില്ല. അവരൊരു അവിടുത്തെ ഒരു ഘടകകക്ഷിയാണ് അല്ലേ? അവർക്ക് അതിൻ്റെതായ ഒരു വിശ്വാസ്യതയുണ്ട്. ഞങ്ങൾ അതിനൊന്നും ചോദ്യം ചെയ്യുന്നു. അത് വരുമ്പോൾ ആലോചിക്കാം. ഞങ്ങൾ ഒരാളുമായിട്ടും LDFിലെ ഒരു ഘടക കക്ഷികളുമായിട്ട് ഞങ്ങൾ ചർച്ചയില്ല. ഇപ്പൊ ചർച്ച ചെയ്തിട്ടില്ല. ചെയ്ത് തീരുമാനം എടുത്തിട്ട് നിങ്ങൾ അറിയില്ല ചെയ്യണം. ശബരിമല സ്വർണ്ണപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും നിലവിലെ ബോർഡിനെ ചവിട്ടി പുറത്താക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. പട്ടാമ്പി തിരുവേഗപ്പുറയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ അയ്യപ്പ വിഗ്രഹം തന്നെ അടിച്ചുമാറ്റുന്ന സ്ഥിതി ഉണ്ടാവുമായിരുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു. ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് തിരുവാഭരണം കമ്മീഷണറുടെ നടപടിക്കെതിരായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്നുള്ള വാശിയോടുകൂടി കൊണ്ടുപോയത്. ആദ്യം കൊണ്ടുപോയത് വിറ്റു. ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ 2025 കൊണ്ടുപോയ ദ്വാരപാലക ശില്പവും വിൽക്കുമായിരുന്നു. 6 കൊല്ലത്തിനുള്ളിൽ 40 വർഷത്തെ വാറണ്ടിയുള്ള സാധനം വീണ്ടും മങ്ങിയെന്നും പറഞ്ഞ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പോൾ ദേവസ്വം നിയമങ്ങൾ മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ ദ്വാരപാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയത്. വലിയ സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് അടിയന്തരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം, ദേവസ്വം ബോർഡിനെ പുറത്താക്കണം, ചവിട്ടി പുറത്താക്കണം. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് പട്ടാമ്പിയിൽ തുടക്കമായി. മുഹമ്മദ് മുസിൻ MLA മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 24 വരെ മേള നീണ്ടു നിൽക്കും. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പട്ടാമ്പിയിൽ കൊടി കയറി. 3 ദിവസങ്ങളായി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മഴയുടെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ച ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നുവെങ്കിലും ശാസ്ത്രമേള മുടക്കമില്ലാതെ നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. രാവിലെ മുഹമ്മദ് മുസിൻ MLA മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. ശാസ്ത്രമേള എന്ന പേരിൽ ഇപ്പോൾ ശാസ്ത്രോത്സവം എന്നുള്ള നിലക്ക് അത് സെലിബ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്കൂളുകളിൽ കുട്ടികളുടെ കഴിവുകൾ, അവരുടെ കണ്ടെത്തലുകൾ, അവരുടെ പരിശ്രമങ്ങൾ, അതിനെല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. സയൻസ്, ശാസ്ത്രം, അതുപോലെ തന്നെ ഗണിതം, സാമൂഹ്യശാസ്ത്രം, പ്രവൃത്തി പരിചയം, IT അടക്കമുള്ള മേഖലകളിലായി വിവിധങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ, പ്രവർത്തനങ്ങൾ കുട്ടികൾ അവരുടെ പരിശ്രമത്തിന്റെ ഭാഗമായി ഷോക്കേസ് ചെയ്യാൻ പോവുകയാണ്. ഭാവിയിലെ നമുക്ക് അഭിമാനമാകുന്ന ഒരു തലമുറയായി മാറാൻ ശാസ്ത്രീയ അഭിരുചിയുള്ള കൂടുതൽ സാങ്കേതിക കാര്യങ്ങളെ മികവ് പുലർത്തുന്ന ഒരു തലമുറയായി അവർ വരുന്നു എന്നതാണ് ഓരോ ശാസ്ത്രമേള കഴിയുമ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറത്തേക്ക് കുട്ടികൾ അവരുടെ കണ്ടുപിടുത്തങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ കൊണ്ട് നമ്മളെ വിസ്മയിപ്പിക്കുന്നുണ്ട്. കൂടുതൽ അവരെ പ്രോത്സാഹിപ്പിക്കാനും ഭാവി തലമുറ നല്ല കഴിവുള്ളവരായി വളരുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശത്തോടു കൂടിയാണ് ശാസ്ത്രമേളകൾ സംഘടിപ്പിക്കുന്നത്.
പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി അധ്യക്ഷയായിരുന്നു. വൈസ് ചെയർമാൻ ടി പി ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം എ നീരജ്, ശാസ്ത്രപുസ്തക രചയിതാവ് എസ് വിധുനന്ദനൻ, മറ്റു ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥർ, വിവിധ അധ്യാപക സംഘടനാ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിൽ വിവിധ ഇനങ്ങളിലായി മത്സരങ്ങൾ നടന്നു. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലും UP സ്കൂളിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമുള്ള 4000-ഓളം ശാസ്ത്രപ്രതിഭകളാണ് 3 ദിവസങ്ങളായി നടക്കുന്ന ജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യ ദിനത്തിൽ ഗണിതശാസ്ത്രമേളയും സാമൂഹ്യശാസ്ത്രമേളയും IT മേളയുമാണ് നടന്നത്. 90ഓളം ക്ലാസ് മുറികളിലായാണ് മത്സരങ്ങൾ നടന്നത്. സാമൂഹ്യശാസ്ത്രമേളയിൽ പ്രാദേശിക ചിത്രരചന, ചരിത്ര സെമിനാർ, പ്രസംഗം, അറ്റ്ലസ് നിർമ്മാണം എന്നിവ ആദ്യ ദിനത്തിൽ നടന്നു. IT മേളയിൽ മൾട്ടിമീഡിയ പ്രസന്റേഷൻ, ഡിജിറ്റൽ പെയിന്റിംഗ്, ആനിമേഷൻ തുടങ്ങിയ ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ. നാളെ പ്രവൃത്തിപരിചയമേള നടക്കും. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളാണ് പ്രവൃത്തിപരിചയമേള നടക്കുന്നത്. സാമൂഹ്യശാസ്ത്രമേളയിൽ പ്രാദേശിക ചരിത്ര സെമിനാർ, അഭിമുഖം, സിൽ മോഡൽ ഉൾപ്പെടെയുള്ള ഇനങ്ങളും IT മേളയും ഗവൺമെന്റ് UP സ്കൂളാണ് നടക്കുക. വെള്ളിയാഴ്ചയാണ് മേളയ്ക്ക് തിരശ്ശീല വീഴുക. തൃത്താല കൂറ്റനാട് റോഡിൽ സൗത്ത് തൃത്താല ആടുവളവ് ഭാഗത്തിന് സമീപത്തെ അപകടാവസ്ഥയിലായിരുന്ന ഓവ് പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങളാണ് ആരംഭിച്ചത്. ഈ മഴക്കാലത്ത് ഓവ് പാലത്തിന്റെ ബലക്ഷയം മൂലം പാലത്തിന് മുകളിലും സമീപത്തുമായി റോഡിൽ വിള്ളലുകളും കുഴികളും ഏതാനും മാസങ്ങൾക്ക് മുൻപ് രൂപപ്പെട്ടിരുന്നു. ഈ ഭാഗത്ത് റോഡിന്റെ ഒരു ഭാഗം ഇടിഞ്ഞു താഴുകയും ചെയ്തിരുന്നു. ഇതോടെ ഭാരം കയറ്റിയ വാഹനങ്ങൾ കടന്നുപോയാൽ പാലം പൂർണ്ണമായും തകരുമെന്ന ആശങ്കയും നാട്ടുകാരിൽ നിലനിന്നിരുന്നു. ഇത്തരം ആശങ്കകൾക്കിടെ ഭാരം കയറ്റിയ ടോറസ് ലോറികളെ ഏതാനും ആഴ്ചകൾക്ക് മുൻപ് സൗത്ത് തൃത്താലയിൽ നാട്ടുകാർ തടഞ്ഞിടുകയും ചെയ്തിരുന്നു. കേരള വിഷൻ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് സോണൽ മീറ്റ് തൃശൂരിൽ ചേർന്നു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലെ ഡിസ്ട്രിബ്യൂഷൻ, സബ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണ കമ്പനി പ്രതിനിധികളുടെ യോഗമാണ് ചേർന്നത്. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് അധ്യക്ഷത വഹിച്ചു. കേബിൾ TV, ഇന്റർനെറ്റ്, മറ്റ് വാല്യൂ ആഡഡ് ബിസിനസ്സുകൾക്ക് പുറമെ ടോട്ടൽ സർവീസ് പ്രൊവൈഡർ എന്ന നിലയിലുള്ള ബിസിനസ് വിപുലീകരണവും കേരള വിഷന്റെ ടൂറിസം മേഖലയിലെ വിപുലീകരണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉപഭോക്താക്കൾക്കായി ഒരുക്കുന്നുവെന്ന് PB സുരേഷ് പറഞ്ഞു. KCCL ഡയറക്ടർ VP ബിജു സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ KCCL MD PP സുരേഷ് കുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ C സുരേഷ് കുമാർ, KV രാജൻ, ഡയറക്ടർ രഘുനാഥ്, COA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം M രാജ്മോഹൻ എന്നിവർ സംസാരിച്ചു. ഭാരതീയ ജനതാ പാർട്ടി തിരുമിറ്റക്കോട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിശ്വാസ സംരക്ഷണ മാർച്ച് സംഘടിപ്പിച്ചു. BJP തൃത്താല മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് KV മനോജ് ഉദ്ഘാടനം ചെയ്തു. തിരുമിറ്റക്കോട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് KP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. BJP ദേശീയ കൌൺസിൽ അംഗം V രാമൻകുട്ടി, തൃത്താല മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ NP രാജൻ, K കൃഷ്ണദാസ്, സെക്രട്ടറി KP ജയശങ്കർ, കർഷക മോർച്ച തൃത്താല മണ്ഡലം പ്രസിഡന്റ് KC വിശ്വംഭരൻ, OBC മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് VB മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. പഞ്ചായത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി NS സനൂപ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് KP രഞ്ജിത നന്ദിയും പറഞ്ഞു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.